വെൽക്കം ടു അവർ ചാനൽ ഡി ഡി ദ ട്രാവലർ. ഇറ്റ്സ് മീ ദിച്ചു ദിലീപ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തെ കാണാനാണ്. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സ്വാതന്ത്ര്യം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്താണ്, എവിടെയാണ് എന്നെല്ലാമാണ് നമ്മളിന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോയുമായി മുന്നോട്ട് പോകുന്നു. സോ നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. ലോകത്തെ പ്രകാശിപ്പിച്ച സ്വാതന്ത്ര്യം. അങ്ങനെ നമ്മൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തെ കാണാൻ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദ്വീപിലാണിത്. അത് പറയുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മുടെ മകേഷ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വരുന്നത്. സോ അപ്പോൾ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോകണമെങ്കിൽ ഇതൊരു ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ബോട്ടിൽ മാത്രമേ അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം ടിക്കറ്റിന് വേണ്ടി. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി. ഒരു ടിക്കറ്റിന് $24. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോഴും നമുക്ക് ഇവിടെ മാസ്ക് നിർബന്ധമാണ് ഈ ഒരു ട്രിപ്പിന് പോകുമ്പോൾ, സെക്യൂരിറ്റി ചെക്ക് സമയത്ത് മാത്രം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയർപോർട്ട് സ്റ്റൈൽ സെക്യൂരിറ്റി ചെക്ക് ആണെന്നാണ് അവർ പറയുന്നത്. സോ നമുക്ക് അവിടെ മാസ്ക് നിർബന്ധമാണ്. നമ്മുടെ ഈ മാസ്ക് ഇല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് സെപ്പറേറ്റ് നമ്മൾ ക്യാഷ് കൊടുക്കണം. സോ കഴിവതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മാസ്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ നേരെ ഡിപ്പാർച്ചറിലേക്ക് പോവുകയാണ്. എവിടെയാണ് ഡിപ്പാർച്ചർ, എങ്ങനെയാണ് അങ്ങോട്ടുള്ള എൻട്രി എന്നൊക്കെ നമുക്ക് നേരെ പോയി നോക്കാം. സോ നമ്മളിപ്പോൾ നേരെ ഡിപ്പാർച്ചറിലേക്കാണ് പോകുന്നത്. സോ നമ്മളിപ്പം ആ റോഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത്. ബിക്കോസ് നമുക്ക് പുറകോട്ടാണ് പോകേണ്ടത്. അത് അവിടെയാണ് കടലിലാണ് ബോട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ നമുക്ക് പുറകോട്ടാണ് പോകേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ എൻട്രൻസ് നമുക്ക് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എൻട്രൻസിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ വീണ്ടും സിറ്റിയുടെ അടുത്തോട്ടാണ് പോകുന്നത്. നമുക്ക് നേരെ ബാക്കിലോട്ടാണ് പോകേണ്ടത്. സോ നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്ക് അവിടെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ നിന്നാണ് നമുക്ക് അകത്തേക്കുള്ള എൻട്രൻസ് തുടങ്ങുന്നത്. സോ ഇവിടെ നമ്മളെ ടിക്കറ്റ് അവർ നോക്കിയിട്ട് ടിക്കറ്റ് ഉള്ളവരെ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറ്റി വിടുള്ളൂ. നമ്മളെ ടിക്കറ്റ് അവർ സ്കാൻ ചെയ്ത് നമ്മളകത്തേക്ക് വീണ്ടും നടക്കുവാണ്. സോ ഇവിടുന്ന് നടന്ന് നമുക്ക് നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവിടെയാണ് നമ്മുടെ കടൽ കണ്ടോ, അവിടെയാണ് ആ കടൽ വഴിയാണ് നമുക്ക് പോകേണ്ടത്. സോ നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ആണ് സെക്യൂരിറ്റി ചെക്ക്. അവിടെയാണ് നമ്മളുടെ ഫുൾ എയർപോർട്ട് സ്റ്റൈൽ സെക്യൂരിറ്റി ചെക്ക് നടക്കാൻ പോകുന്നത്. സോ നമ്മൾ നടന്ന് സെക്യൂരിറ്റി ചെക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം കടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കടലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മൾ അങ്ങോട്ട് കടലിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പായ്ക്കപ്പൽ അവിടെ കണ്ടു. പക്ഷെ പായ്ക്കപ്പലൊക്കെ കിടന്ന് ഭയങ്കര ഓളമാണ് കടലിൽ, ഭയങ്കര തിരമാലകൾ അടിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് തിരമാലകൾ അടിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുന്ന് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് പോയത്. ഇപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി നമുക്ക് സെക്യൂരിറ്റി ചെക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല, കാരണം ക്യാമറ അവിടെ അലൗഡല്ല. സോ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മൾ നടന്ന് ആ കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. ആ ബോട്ടും ഒന്ന് ആടി ഉലയുന്നുണ്ട്, അതുപോലെ നല്ല ഓളമാണ് വെള്ളത്തിൻ്റെ അകത്ത്. സോ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോവാണ്, ബോട്ടിനകത്തേക്ക് പോവാണ്. പിന്നെ നമ്മൾ മലയാളികൾ ക്യൂ നിൽക്കാൻ അത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ ഉടായ്പൊക്കെ കാണിച്ച് ക്യൂ നിൽക്കാണ്ട് സൈഡിൽ കൂടെ ബോട്ടിൻ്റെ അടുത്തേക്ക് വന്ന് പുറകോട്ട് നല്ല ക്യൂ ഉണ്ട്.
നമ്മളിങ്ങനെ കുറച്ച് നേരം ബോട്ടിലേക്ക് അവരാ ടൈം ആകാതെ ബോട്ടിലേക്ക് നമ്മളെ കയറ്റത്തില്ല. സോ അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ഇത്രയും ആൾക്കാർ, ഇപ്പം നമ്മുടെ മുന്നിൽ കണ്ട ആൾക്കാരെയും നമ്മുടെ ഈ പുറകിലേക്ക്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ക്യൂ പുറകിലുണ്ടെന്ന് കണ്ടില്ലേ, പുറകിലേക്ക് നിൽക്കുന്ന ഇത്രയും ആൾക്കാരെ ഫുള്ളായിട്ട് കയറ്റിയിട്ടാണ് അവർ പോകുന്നത്. അവർക്കൊരു ലിമിറ്റുണ്ട്, എന്നാൽ പോലും ഇത്രയും ജനങ്ങളെ കയറ്റിക്കൊണ്ടാണ് വൺ ട്രിപ്പിൽ അവർ പോകുന്നത്. കാരണം അതുപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആൾക്കാർ കണ്ടില്ലേ, അതുപോലെ ആൾക്കാർ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 15 മിനിറ്റ് കാത്തിരിപ്പിന് ശേഷം നമ്മളെ അവർ പതുക്കെ ബോട്ടിലേക്ക് കയറ്റി തുടങ്ങി. കണ്ടില്ലേ, മേളിൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇത് 3 നിലയായിട്ടാണ് ഈ ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ ഒരു നില, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ഓപ്പൺ ആയിട്ടുള്ളതാണ്. തേർഡ് ഫ്ലോർ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തേർഡ് ഫ്ലോറിൽ പോവുക. കാരണം അവിടെ നിന്നാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ബോട്ടിനകത്തേക്ക് പോകാം. നമ്മൾ ബോട്ടിനകത്തേക്ക് നടന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ്, സെക്യൂരിറ്റി നമ്മുടെ കാല് ശ്രദ്ധിച്ചോണം. കാരണം ഈ ഓളം അടിക്കുമ്പോഴത്തേക്കിന് ബോട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് കയറാനുള്ള ആ ഒരു ഭാഗം നല്ല രീതിയിൽ കിടന്ന് നല്ലതായിട്ട് അടിക്കുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാല് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ കാല് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ അകത്തോട്ട് കയറി. ബോട്ടിനകത്ത് കയറിയപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു തല കറങ്ങുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോട്ട് ആടുന്നതുകൊണ്ട് തലയ്ക്കൊരു ഷേക്കിങ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മളുടെ ലക്ഷ്യം 3ാമത്തെ ഫ്ലോറിൽ ഓപ്പൺ ഡെക്കിലേക്ക് പോകുക എന്നുള്ളതാണ്. സോ അപ്പം നമ്മൾ നേരെ ഓടി മേളിലോട്ട് പോവുകയാണ്. നമ്മുടെ ലക്ഷ്യം പോലെ തന്നെ എല്ലാവരുടെയും ലക്ഷ്യം 3ാമത്തെ ഓപ്പൺ ഡെക്ക് തന്നെയാണ്. കാരണം അവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല വ്യൂ കിട്ടും, നല്ല രസമായ കാഴ്ചകൾ അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ലക്ഷ്യം 3ാമത്തെ ഡെക്ക് തന്നെയാണ്. സോ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും 3ാമത്തെ ഡെക്കിലേക്ക് പോവുകയാണ്. 3ാമത്തെ ഓപ്പൺ ഡെക്ക് താല്പര്യമില്ലാത്ത കുറച്ച് പേര് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. നമ്മൾ പക്ഷേ അതൊന്നും കാര്യമാക്കില്ല. നമ്മുടെ ലക്ഷ്യം ഏറ്റവും ടോപ്പിലെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് നടന്നു പോയി. നമ്മളങ്ങനെ ടോപ്പിലെത്തി. ഇതാണ് ബോട്ടിൻ്റെ 3ാമത്തെ ഫ്ലോർ എന്ന് പറയുന്നത്, 3ാമത്തെ ഓപ്പൺ ആയിട്ടുള്ള ഡെക്ക്. നമ്മളിപ്പം നേരെ നമുക്ക് ഇരിക്കണമെന്നൊന്നുമില്ല, സീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ നമ്മൾ നേരെ ഏറ്റവും മുന്നിലേക്ക് നടന്ന് മുന്നിൽ പോയി നിന്ന് അവിടെ നിന്നുള്ള എന്തൊക്കെയാണ് കാണാൻ പറ്റുന്ന കാഴ്ചകളെന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്നു. അങ്ങനെ നമ്മൾ ഇവിടെ അങ്ങ് നല്ലതായിട്ട് നിന്ന് ഇവിടെ അങ്ങ് സ്ഥാനം ഉറപ്പിച്ചു. നമ്മളിനിപ്പം എന്താണ് ബോട്ട് എടുത്ത് കഴിയുമ്പോൾ ഉള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മുമ്പിൽ പോയിരുന്നു. ആൾക്കാരെല്ലാവരും വെയിറ്റിംഗ് ആണ് ബോട്ട് പോകാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, എല്ലാവരും സീറ്റിലെല്ലാം ഇരുന്ന് കുറേ പേര് സൈഡിലൊക്കെ നിന്ന് എല്ലാവരും സെറ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സെറ്റായി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് സൈറനടിച്ചു. ബോട്ട് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. നമ്മുടെ ബോട്ട് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയാണ് അവിടെ പുറകിൽ കാണുന്നത്. ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും പതുക്കെ ബോട്ട് തിരിഞ്ഞ് നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ബോട്ടിൻ്റെ ഡ്രൈവറിൻ്റെ റൂമാണത്. ഡ്രൈവർ അതിൻ്റെ അകത്താണ് ഇതിന് ബോട്ടിരുന്ന് കൺട്രോൾ ചെയ്യുന്നത്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന പോലെ ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ബോട്ട് പതുക്കെ മൂവ് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് കാണാം പായ്ക്കപ്പൽ, ചെറിയ ചെറിയ ബോട്ടുകൾ പായ്ക്കപ്പലെല്ലാം അതിലെ പോകുന്നുണ്ട്.
അപ്പോൾ നമ്മൾ നേരെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഞാനും മകേഷ് ചേട്ടനും മറ്റേ ടൈറ്റാനിക്കിലെ ജാക്കും റോസും നിൽക്കുന്ന പോലെ, അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഏകദേശം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഫ്രണ്ടിൽ തന്നെ അങ്ങ് നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നതാണല്ലോ ഒരു കൈ ഇങ്ങനെ ഉയർത്തി ഒരു രൂപം നിൽക്കുന്നത്. അതാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സ്വാതന്ത്ര്യം. അതാണ് അവിടെ നിൽക്കുന്നത്. നമുക്കത് അടുത്ത് പോയി അവിടെ ഇറങ്ങി എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്നും കൂടെയാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും അങ്ങോട്ട് ചെന്ന് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നും ബാക്കി നമുക്ക് മനോഹരമായ ന്യൂയോർക്ക് സിറ്റിയാണ് കാണുന്നത്. കാണുന്നത് വേൾഡ് ട്രേഡ് സെൻ്ററാണ്. അതുപോലെ മനോഹരമായ ബിൽഡിങ്ങുകളാണ്, ന്യൂയോർക്ക് സിറ്റിയാണ് നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കുന്നത്. അത് ക്യാമറയിൽ പകർത്തി കഴിഞ്ഞാൽ അടിപൊളി വിഷ്വൽസാണ് നമുക്ക് അവിടെ നിന്നും കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഷിപ്പ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. നമ്മുടെ സൈഡിൽ അത് നോർമൽ പാസഞ്ചർ ഷിപ്പ് അല്ലാതെ മറ്റൊരു ഷിപ്പ് നമ്മുടെ സൈഡിലൂടെ പോകുന്നുണ്ട്. നമ്മളപ്പോൾ നേരെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്കാണ്. നമ്മളങ്ങനെ മുന്നോട്ട് പോകും തോറും കടലിൻ്റെ ആഴത്തിലേക്ക്, കടലിൻ്റെ ആ ഒരു ഭംഗിയിലേക്ക് മുന്നോട്ട് പോകും തോറും നമുക്ക് ഈ കടൽ അല്ലെങ്കിൽ ജലം അല്ലെങ്കിൽ ഒരു സീ സൈഡ് എന്ന് പറയുന്നത് മനോഹരമായി കൂടുതലും ബ്യൂട്ടിഫുള്ളായി തോന്നുന്നത് നമ്മൾ കൂടുതലും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ ആ വാട്ടറിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് കൂടുതലും മനോഹരമായി തോന്നുന്നത്. നമ്മളങ്ങനെ നേരെ ഇപ്പോൾ ഏകദേശം അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റേ ഉള്ളൂ നമ്മുടെ സിറ്റിയിൽ നിന്ന് ഈ ദ്വീപിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരു 12 മിനിറ്റാണ് നമ്മുടെ ഈ ഷിപ്പിലെ യാത്ര എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെ നമുക്ക് വിശേഷങ്ങൾ, എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്നും കൂടെ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഇത് ജസ്റ്റ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി മാത്രമല്ല, ഈ സീയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വേറെയുണ്ട്. ഇതുപോലുള്ള പ്രൈവറ്റ് ബോട്ടുകൾ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതുപോലെ തന്നെ മോട്ടോർ സ്കൂട്ടേഴ്സ്, അതുപോലെ ഉള്ള പ്രൈവറ്റ് ബോട്ടുകൾ, പാർട്ടികൾ ബോട്ടിൽ വെച്ച് നടന്ന്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഈ വാട്ടറിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ക്യാമറയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ബോട്ട് കുതിച്ച് നമ്മൾ ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പാർട്ടികൾ നടത്തുന്ന ഷിപ്പ്, അത് പ്രൈവറ്റ് ബോട്ടാണ്. പ്രൈവറ്റ് ബോട്ടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ അടുക്കാനുള്ള പെർമിഷനില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ ബോട്ടിന് മാത്രമേ ഉള്ളൂ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് ചെന്ന് അവിടെ നമ്മുടെ ആൾക്കാരെ ഇറക്കാനുള്ള പെർമിഷനുള്ളൂ. സോ ബാക്കി എല്ലാ ബോട്ടുകളും ജസ്റ്റ് അവിടെ വന്ന് ഈ സൈഡിലെല്ലാം ഇങ്ങനെ നിന്ന് അവിടെ ബോട്ടിലിരുന്ന് കാണാനേ സാധിക്കത്തുള്ളൂ. നമുക്ക് ലാൻഡിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിന് മാത്രമേ അവിടെ പെർമിഷനുള്ളൂ. അവിടെ പോയി ബോട്ടിൽ പോയി അവിടെ ഇറങ്ങാനുള്ള പെർമിഷനുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബോട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് നമ്മുടെ ആ സൈഡിലൂടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് ബാക്കി വിഷ്വൽസും ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ അങ്ങ് ദൂരെ കാണുന്നതാണ് ന്യൂയോർക്കിനെയും ന്യൂജേഴ്സി. നമ്മൾ ന്യൂജേഴ്സിക്ക് പോകാൻ വേണ്ടിയിട്ട് ന്യൂയോർക്കിനെയും ന്യൂജേഴ്സിയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് നിങ്ങൾ അങ്ങ് ദൂരെ കാണുന്നത്. ഒരുപാട് സ്പീഡ് ലോഞ്ചുകളൊക്കെ അതിലെ പോകുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫീല്, അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഫ്രഷ് എയറും നമുക്ക് ആ ഒരു കാറ്റും എല്ലാം കൂടെ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവും.
നമ്മളുടെ ഈ വീഡിയോ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻസ് നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ നമ്മളുടെ സെക്കൻഡ് വീഡിയോ എല്ലാവരും കാണുക. നമ്മുടെ ഈ ഫസ്റ്റ് വീഡിയോ ഒരു ഇൻട്രോ മാത്രമാണ്. അത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെയും നല്ല രീതിയിൽ നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ബോട്ട് നേരെ പോയി ബോട്ട് റൗണ്ട് ചെയ്താണ് നമ്മളവിടെ കൊണ്ടുപോയി നമ്മളവിടെ ഇറക്കാനുള്ള തീരത്തേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ മാക്സിമം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും വിഷ്വൽസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ കാണാം. എല്ലാവരും സെക്കൻഡ് വീഡിയോ മസ്റ്റായിട്ടും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ചാനൽ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ അടുത്ത എപ്പിസോഡുമായിട്ട് ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒന്നുമല്ല, നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ബൈ.